മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആദ്യത്തെ ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. മുടിയില്ലാതിരുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തതും ഇപ്പോഴും ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്നതും ഈ ഒരു ഹെയർ കെയർ ആണ്. ഇത് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണൂ. അലർജി ലെവൽ കാണിച്ച 4600 ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ല, ഇവിടെ വരുന്ന സമയത്തായിരുന്നോ? വരുന്ന സമയത്ത് ഇപ്പോൾ ഇവത്ര വരുന്നത് 300 നേരെ 300 ആയിട്ട് കുറഞ്ഞു. പുള്ളി ഇൻഹേലർ ഉപയോഗിക്കണ്ടായിരുന്നു 10 വർഷമായിട്ട് അല്ലേ? 10 വർഷം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റി, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഗ്രേഡ് 2 ആയിരുന്നു. 3 മാസം ഇവിടെ മരുന്ന് വന്നു, ഡയറ്റ് തന്നു, പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്ത് 3 മാസം കൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഇല്ലാതെ ഇപ്പോൾ തൈറോയിഡിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഹോസ്പിറ്റലിൽ ഞാൻ പോയി, 3 ഹോസ്പിറ്റലിൽ അവർ പറയുന്നത് ഒരിക്കലും മാറത്തില്ല ഈ അലർജി. ഒരു ആഴ്ച കൊണ്ട് എനിക്ക് അലർജിയുടെ പ്രശ്നം മാറിക്കിട്ടി. എൻ്റെ മോന് മണ്ണിൽ കളി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അവന് അലർജിയുടെ പ്രശ്നം വന്നു കേട്ടോ. അതേപോലെ തന്നെ കൈകളിലാണെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ ചൊറി മാതിരി കാണാനും തുടങ്ങി. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഡോക്ടർ രഞ്ജിത മാമിനെ കുറിച്ച് ഞാൻ അറിയണത് കേട്ടോ. ഫീഡ്ബാക്ക് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ഞാൻ ഡോക്ടറുടെ ഡീറ്റെയിൽസും നമ്പറൊക്കെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വേണം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചെടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു ബൗളിൽ ആക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒരു 7 മിനിറ്റൊക്കെ ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരും. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇളം ചൂടാവുന്ന സമയം ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ഒരു ഇളം ചൂട് കൊടുക്കുന്ന തന്നെ ഈ ഒരു എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ പോഴ്സ് ഒക്കെ ഓപ്പൺ ആവാൻ തുടങ്ങും. നമ്മളറിയാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പോഴ്സ് ഉണ്ടല്ലോ, പൂഴിയും പൊടികളും അതേപോലെ തന്നെ ഈ ഡാൻഡ്രഫും നമ്മൾ തേക്കുന്ന നമ്മുടെ ഹെയർ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ പോഴ്സ് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. നമുക്ക് തന്നെ അത് അറിയില്ല. നമ്മളെപ്പോഴും ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല. പല പല ടിപ്സുകളും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നിട്ടും മുടി വളരണില്ല എന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ളൊരു റീസൺ ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മൾ സ്കാൽപ്പിലോട്ട് തട്ടുമ്പോൾ ആ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് അതുവഴി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എണ്ണ നമ്മുടെ മുടി വേരിനകത്തോട്ട് പോയിട്ട് നമ്മുടെ മുടി വേരിനെ നല്ലതുപോലെ സ്ട്രോങ് ആക്കി മാറ്റും. നമ്മുടെ മുടിക്ക് വേണ്ട, നമ്മുടെ മുടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ മുടിവേരിന് അകത്തോട്ട് പോകും. ഇതൊന്നും അറിയാതെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അറിയുന്നില്ല, മുടിയിൽ എണ്ണ വയ്ക്കുന്നുണ്ട് പക്ഷേ മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മുടി വളരുന്നില്ല, പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ളൊരു റീസൺ ഇത് തന്നെയാണ്. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. വകച്ചിലെടുത്ത് ആദ്യമേ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് ബാക്ക് സൈഡിലും കൂടെ നമ്മുടെ തലയുടെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ കുഴിയുടെ ഭാഗത്ത് അവിടെയൊക്കെ തന്നെ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് ഇൻവേഷൻ മെത്തേഡിൽ കൊടുക്കുക. മുടിയുടെ തുമ്പത്തും മൊത്തത്തിൽ ഡീപ്പായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മുടി കെട്ടിവെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ഹെയർ പാക്കും കൂടി, ഡീപ്പായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നല്ലൊരു ഹെയർ പാക്കും കൂടി നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്, പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ളതും ഉലുവ തന്നെയാണ്. ഉലുവ
നമ്മുടെ മുടി നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് നല്ലതുപോലെ സ്ട്രോങ് ആക്കാനും നമ്മുടെ സ്കാൽപ്പിൽ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ മാറാനും വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഉലുവ. അപ്പോൾ ഉലുവ 2 ടേബിൾ സ്പൂൺ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, അതായത് ഒരു പിടിക്കണക്കിന് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയുണ്ടല്ലോ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഷൈനിങ് തരാനും തിളക്കം തരാനും നമ്മുടെ മുടിക്ക് നേച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തേങ്ങ വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി ചീവി എടുക്കുന്ന സമയത്ത് മുടി പൊട്ടി പൊട്ടി താഴെ വീഴുക, അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് വീഴുക, ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുന്ന അവസ്ഥയൊക്കെ മിക്ക ആൾക്കാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാറ്റ് സമയത്ത് ഒരുപാട് ഡ്രൈയിങ് ആയിരിക്കും നമ്മുടെ മുടി. അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ മുടിയെ സ്മൂത്തായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തേങ്ങ അടിപൊളിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഇത് രണ്ടും പാടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. എത്ര ഫൈനായിട്ട് അരച്ചെടുത്താലും നമ്മുടെ തേങ്ങയുടെ തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ എടുക്കുക, പഴയ ഷോൾ ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മൾ നല്ലതുപോലെ എന്ത് ചെയ്യുക, പിഴിഞ്ഞെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പാക്ക് നല്ലൊരു ക്രീമി പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ നേരത്തെ ഹെയർ ഓയിൽ ചെയ്ത് വെച്ച നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇടാൻ വേണ്ടി പാടുള്ളൂ. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയുടെ ഓട്ടിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിൽ താരനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് സഹായിക്കും. അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും നിങ്ങൾ തന്നെ വിചാരിക്കാത്തൊരു മാറ്റം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ കിട്ടാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പം നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കൈ നിറച്ച് ഷാമ്പു എടുത്ത് അതങ്ങനെ നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു ബൗളിലോ ഒരു കപ്പിലോ കുറച്ച് ഷാമ്പു എടുക്കുക, നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി തിന്നായി വരും. നിങ്ങളുടെ മുടിയുടെ തിക്നെസ് നല്ലതുപോലെ കമ്മിയായിട്ട് വരും. അതേപോലെ തന്നെ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈയിങ് ആയിട്ട് മാറാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പച്ചവെള്ളത്തിൽ നമ്മുടെ മുടി കഴുകിയെടുക്കുക. കാരണം നമ്മൾ ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഷാമ്പൂ ഒഴിക്കാൻ വേണ്ടി പാടില്ല. ആദ്യം പച്ചവെള്ളത്തിൽ നല്ലപോലെ നമ്മുടെ തലയുടെ ഓടും മുടിയൊക്കെ വൃത്തിക്ക് കഴുകിയെടുക്കുക. അതായത് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് വൃത്തിക്ക് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഷാമ്പൂ ഉണ്ടല്ലോ അത് നമ്മുടെ തലയുടെ ഓട്ടിലൊഴിച്ച് നല്ലപോലെ നമ്മുടെ തലയുടെ ഓടും മുടിയൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. നിങ്ങൾ നോർമലി ഷാമ്പൂ കൈ നിറച്ച് കൊടുത്ത് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനും ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണതിനും ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും ആ രീതി ചെയ്യരുത്. നിങ്ങളുടെ മുടി, നിങ്ങൾ പറയുന്നില്ലേ പണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളുള്ള മുടിയായിരുന്നു, പക്ഷേ എൻ്റെ മുടിക്ക് ഇപ്പോൾ ഒട്ടും ഉള്ളില്ല, വണ്ണമില്ല എന്നുള്ളത്, അതിനൊക്കെ മെയിനായിട്ടുള്ളൊരു റീസൺ ഇത് തന്നെയായിരിക്കും. കാരണം നമ്മൾ മുടിയിലിട്ട് ഇങ്ങനെ ഷാമ്പൂ ഉരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മുടി ഓട്ടോമാറ്റിക്കലി തേയാൻ തുടങ്ങും. അതായത് അതിൻ്റെ തിക്നെസ് കമ്മിയായി വരാൻ തുടങ്ങും. എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരയ്ക്കരുത്. നമ്മുടെ മുടി എങ്ങനെ പിഴിഞ്ഞെടുക്കുക. എനിക്ക് നല്ല രീതിക്ക് കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് ഈ ശബ്ദത്തിൻ്റെയും ആ ഒരു മുക്കലൊക്കെ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഹെയർ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ലപോലെ വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് മുടി ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഷോക്കിംഗ് ആയി പോകും കേട്ടോ. കാരണം അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ മുടിക്കും നമ്മുടെ സ്കാൽപ്പിനും നമുക്കൊക്കെ കിട്ടുക. തീർച്ചയായിട്ടും വളരെ സിമ്പിളാണല്ലോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഞാൻ കാണിച്ചതൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരേ ഒരു തവണ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും, നിങ്ങളുടെ സ്കാൽപ്പിലെ ചൊറിച്ചിൽ മാറും, ഡാൻഡ്രഫ് മാറും, മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഷൈനിങ്ങും ഒരു തിക്നെസ്സും, മുടിക്ക് നല്ലൊരു ചേഞ്ച്, ടോട്ടലി നിങ്ങളുടെ മുടി നല്ല രീതിക്ക് ചേഞ്ച് ആവാനും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ഉള്ളതായിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. തീർച്ചയായിട്ടും ഞാൻ കാണിച്ചതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ ഒരു തവണ നാളെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുടി വളരണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നാളെ രാത്രി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറയാതെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ആ മുടിയിലെ ആ ഒരു ചേഞ്ചസ്, നിങ്ങളുടെ മുടിയിലെ ഡ്രൈനെസ്സും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.